നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങൾ കാണാനായിട്ട് ഓസി മലബാർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ പൂ വിൽക്കുന്ന സ്ഥലത്താണ്. രാത്രിയിൽ ഇപ്പം ലേറ്റ് നൈറ്റ് പൂവിൽപ്പനയാണ് നടക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഓണത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പല കളറുള്ള പൂക്കളുണ്ട്. എന്താ കുറച്ച് മഴ പെയ്തുകൊണ്ട് കുറെ ആൾക്കാരെല്ലാം പൂക്കള് മൂടിയിട്ടിട്ടാണ് ഉള്ളത്. മഴ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ വാടിപ്പോകും. അതുകൊണ്ട് മൂടിയിട്ടിട്ടാ ഉള്ളത് കുറെ ഭാഗം. പിന്നെ ഇന്ന് രാത്രിയല്ല, നാളെയാണ് ശരിക്കും പിന്നെ ഈ പൂവിന്റെ ഒരു അല്ലേ. ഇപ്പൊ രാത്രി 10 മണി. നമ്മള് മല്ലിക എന്ന് പറയും അല്ലേ. ഇതിന്റെ വേറൊരു കളർ നമ്മൾ ഔട്ട് സൈഡിലൂടെ പോയപ്പം പൂക്കൾ കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് പൂന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. കുറേ വർഷങ്ങളായി നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ഇറങ്ങിയത്. പിന്നെ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നെ ആൾക്കാരെല്ലാം പൂവൊക്കെ മൂടി വെച്ചിട്ടാണുള്ളത്. നാളെയാണ് ഉത്രാടം കഴിഞ്ഞ് തിരുവോണം. അപ്പം നമുക്ക് ഓണത്തിൻ്റെ ദിവസം കാണാം. ഓസി മലബാർ ഫാമിലിയുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം. മലയാളികള് നമ്മൾ കേരളത്തിലൊട്ടാകെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. മലയാളികൾ കേരളത്തിൽ ആഘോഷിക്കുന്നത് പോലെ തന്നെ പ്രവാസികളായ എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു. ഈ വർഷം നമുക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാല് ഓണം നാട്ടിൽ ആഘോഷിക്കാൻ പറ്റി. നമ്മൾ ഹോളിഡേയ്സിന് വന്നപ്പോൾ ഫാമിലിയുടെ കൂടെ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പൂക്കളത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എല്ലാവരും കൂടെ ഇട്ട പൂക്കളമാണ്. അപ്പം എല്ലാ വീടുകളിലും പൂക്കളം ഇടും. അത് ചെറിയ പൂക്കളം തൊട്ട് വലിയ പൂക്കളം. അപ്പം നമ്മൾ ഓണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ഇഡ്ഡലി, സാമ്പാർ, കുറച്ച് ഇതെടുത്തിട്ട് ഇങ്ങനെ വട കിട്ടൂല, അല്ലെങ്കിൽ ചട്ടിൻ്റെ മുകളിൽ ഇരിക്കുക. വളരെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളിന്ന് ഫാമിലിയോടൊപ്പമാണ് കൊണ്ടാടുന്നത്. നാട്ടിലാണുള്ളത്. ഞങ്ങള് പൂക്കൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിമനോഹരമായ പൂക്കളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ടീം എഫേർട്ടായിരുന്നു. ഒരാള് ചിത്രം വരച്ചു, അതിന്റെ മുകളിൽ പൂക്കളം ഇട്ടു. നമുക്ക് ഓരോ ഫാമിലിയിലും എല്ലാരെയും പരിചയപ്പെടാം. എല്ലാരും റെഡി ആവുന്നേ ഉള്ളൂ. അപ്പൊ സാധനട്ടാ ഇന്ന് നമ്മൾ ഓണത്തിനെ പറ്റി പറയുന്നത് ആ എൻട്രി കണ്ടായിരുന്നു. ഹാപ്പി ഓണം. ഞങ്ങൾ അമ്പല ദർശനം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശദീകരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. കഴിക്കാം. കൂട്ടവരെല്ലാം പോയി. ഇപ്പൊ ഈ പൂ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം ബാക്കിയുള്ളൂ. എല്ലാരും പോയി. അതെ, ഒറ്റക്കിട്ട പൂക്കളം ഇതാ ഫില്ല് ചെയ്ത് ഒന്ന് പരിചയപ്പെട്ടോ. എന്റെ കസിന്റെ ഫ്രണ്ടിന്റെ ഉമ്മ. അവരൊക്കെ അവിടെ ഫോട്ടോ എടുത്ത്
ഇതെല്ലാം ഓണത്തിന് വന്ന ഫ്രണ്ട്സ് ആണ്. ഇത് ഉമ്മ, റഹ്മത്ത്, ഉമ്മ, പിന്നെ ഷൈമ, മോന്റെ ഭാര്യയാണ്. മലപ്പുറത്താണ് വീട്, പക്ഷെ ബത്തേരിയിലാണ് കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് അല്ലേ. പിന്നെ ഷമീം. ഓന് എന്റെ ഫ്രണ്ട്. ആൻഡമാനിന് ഞങ്ങൾ ഇറക്കിയതാണ് ഓണത്തിന് ഇവിടെ ആഘോഷിക്കാം. അപ്പൊ നമുക്ക് ആൻഡമാനിലേക്ക് ഒരാളായല്ലോ. അതെ, ഒരു കണ്ടന്റ് കിട്ടി. അപ്പൊ ആൻഡമാനില് പോകുമ്പോ അവനവിടെ കാണൂല, അവൻ ബാംഗ്ലൂർ. അവൻ തന്നെ 2 കൊല്ലത്തിലൊരിക്കലും. അപ്പൊ എന്റെ മോന് ഞങ്ങള് സ്ഥിരമായിട്ട് ഓണം, വിഷു എല്ലാം ഇവിടെ എല്ലാ വർഷവും അല്ലെങ്കിൽ തലേ ദിവസം വരുന്നതാണ്. പ്രാവശ്യം മാത്രം മഴയൊക്കെ ആയിരുന്നു. ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. അടില്ല പൊണി ചിച്ച പൊണി ചിച്ച. ബർത്ത്ഡേ കൂടിയാണ്. പൊണിച്ചിരിക്കണ. ഇതെന്റെ ഏട്ടനാണ്. എന്റെ ഏട്ടന്റെ അച്ഛന്റെ പേര് ഏട്ടന്റെ അച്ഛന്റെ പേര് രവീന്ദ്രൻ, ഏട്ടന്റെ പേര് നിവേദ്. ഏട്ടന് ഒരു അനിയത്തിയും കൂടെ ഉണ്ട്. പിന്നെ ഏട്ടന്റെ അമ്മേന്റെ പേര് സവി. അപ്പൊ അവരിവിടെ നമ്മൾ ഓണത്തിന് വരും. പക്ഷെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. പിന്നെ നമ്മള് ഷെബീർ മാമിന്റെ കുറെ പേര് വന്നിട്ടുണ്ട്. അതെ അതെ അതെ. ഷെബീർ മാമിന്റെ ഭാര്യ, പിന്നെ അമ്മ, പിന്നെ ഒരു മകനുണ്ട്. ഭാര്യന്റെ മോന് ഇവിടെ. ഭാര്യന്റെ മോന് ഭയങ്കര കുസൃതിയാണ്. അതിന്റെ പേരെന്താ? അപ്പോൾ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പപ്പടമുണ്ട്, അവിയലുണ്ട്, കാളനുണ്ട്, ശർക്കര വരട്ടിയുണ്ട്, നമ്മുടെ ചിപ്സ്, തോരൻ, അത് പാവയ്ക്ക കൊണ്ടാട്ടം, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഇതെന്താണ് എരിശ്ശേരി, പച്ചടി, പൈനാപ്പിൾ കിച്ചടി, സാമ്പാർ, ചോറ്, അങ്ങനെ പായസം വരെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം എല്ലാവരും സദ്യ കഴിക്കാൻ കൂടെ പോന്നോളൂ. റെഡിയായി. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഓണസദ്യ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നു. പിന്നെ അപ്പം വിളമ്പാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഒന്ന് പരത്ത് ഇങ്ങോട്ട് സദ്യ കഴിച്ചിട്ട് എല്ലാം കണ്ടോ, ഇതിപ്പം ഈ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് പോയി.
ഓണം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഓസ്ട്രേലിയയിലെത്തി. ഓസ്ട്രേലിയയിൽ ലിസ്മോർ എന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഓണസദ്യയാണ്. എല്ലാവരും ഓണസദ്യ കഴിക്കുന്ന തിരക്കിലാണ്. Yeah.